Nothing is more difficult and therefore more precious than to be able to decide. 18-ാം നൂറ്റാണ്ടില് ഫ്രഞ്ചിലെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്, ഒരു ഉദ്ധരണിയാണ്. ദ ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ആർട്ട് അല്ലെങ്കിൽ അതിന്റെ സ്കിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമാണ്. പ്രായഭേദമന്യേ ആണെന്നോ പെണ്ണെന്നോ ഉള്ള ലിംഗവ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഈ ഡിസിഷൻ മേക്കിംഗ് തികച്ചും അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ജീവിതത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പല വശങ്ങളെ കുറിച്ച്, എന്തൊക്കെയായിരിക്കണം ഒരു ഡിസിഷൻ മേക്കിംഗ്, ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ജോസഫ് എൽ മാസി, അദ്ദേഹം ബ്രിട്ടനിലെ ഗാറ്റൺ കോളേജ് ഓഫ് ബിസിനസ് ആൻഡ് എക്കണോമിക്സിലെ ഡീൻ ആയിരുന്നു. അദ്ദേഹം ഡിസിഷനെ നിർവഹിച്ചിരിക്കുന്നത് ഇപ്രകാരം: A decision is a course of action consciously chosen from the relevant alternative for the purpose of achieving desired goals. അതായത് ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത് ഇസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു കർമ്മ പദ്ധതിയാണ്. എങ്ങനെയാണ്? കോൺഷ്യസ്ലി ചോസൺ ഫ്രം ദ റിലവന്റ് ഓൾട്ടർനേറ്റീവ്സ്. റിലവന്റ് ആയിട്ടുള്ള, ഉചിതമായിട്ടുള്ള, പകരം വയ്ക്കാവുന്ന മാർഗങ്ങളിൽ നിന്ന് ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന, ദ പർപ്പസ് ഓഫ് അച്ചീവിംഗ് ഡിസൈർഡ് ഗോൾസ്, കോൺഷ്യസ്ലി ചോസൺ, ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന. അത് മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു തീരുമാനം എന്ന് പറയും. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു പ്രോസസ് ഉണ്ട്. അതിന്റെ പിന്നിൽ നടക്കുന്ന ആ പ്രോസസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വിവിധ തരത്തിലുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ പലതായിരിക്കും. ആ പല വിധത്തിലുള്ള പരിഹാര മാർഗങ്ങളിൽ നിന്നും ഏറ്റവും ഉചിതമായത് തിരഞ്ഞെടുക്കുന്നതിന് ബോധപൂർവം നമ്മൾ എടുക്കുന്ന ഒരു നടപടിയാണ് തീരുമാനം എന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി വില്യം ഷേക്സ്പിയറിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു നാടകമാണ് ഹാംലെറ്റ്. അതിലെ പ്രിൻസ് ഹാംലെറ്റ് എന്ന കഥാപാത്രം നടത്തുന്ന ആത്മഭാഷണമാണ് അല്ലെങ്കിൽ ആത്മഗതമാണ് ടു ബി ഓർ നോട്ട് ടു ബി. ഈ ടു ബി ഓർ നോട്ട് ടു ബി നമുക്ക് വളരെ സുപരിചിതമാണ്. ആൻഡ് ഇതിലെ ഏറ്റവും തമാശയായ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടു ബി ഓർ നോട്ട് ടു ബി എന്ന ആ ഒരു സംഗതിയിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. ഒരു ദിവസം തന്നെ പല വിധത്തിലുള്ള സന്ദർഭങ്ങളിൽ ടു ബി ഓർ നോട്ട് ടു ബി, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, അവിടെ പോകണോ ഇവിടെ പോകണോ, അതാണോ ശരി ഇതാണോ ശരി, ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കും. അപ്പൊ ആക്ച്വലി നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ആകെ കലുഷിതമായി, അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഡിസിഷൻ ഹെഡ്, ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു ഡിസൈഡ് വെദർ ദിസ് ഈസ് റൈറ്റ് ഓർ ദാറ്റ് ഈസ് റൈറ്റ്, വെദർ ടു ഗോ ലെഫ്റ്റ് വേ ഓർ റൈറ്റ് വേ എന്നുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പല അവസരങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള സംഗതികളിൽ ഒരു ദിവസം നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഇനി ഇൻഗ്രീഡിയൻസ് ഓഫ് ബെറ്റർ ഡിസിഷൻസ്, അതായത് ഡിസിഷൻസിന് എന്തൊക്കെയാണ് നമ്മൾ അവശ്യ ഘടകങ്ങളായിട്ട് വേണ്ടത്. ഇപ്പൊ നമ്മളൊരു കറി വെക്കുകയാണെങ്കിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള മലക്കറിയും മറ്റു സാധനങ്ങളും എല്ലാം കൊണ്ടുവരുന്ന വെക്കുന്നത് പോലെ എന്താണ് പ്രധാനമായിട്ടും വേണ്ടതെന്നുള്ളത് നോക്കാം. ഇതിൽ കൂടുതലൊന്നുമില്ല, രണ്ട് സംഗതികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് തിങ്കിങ് സ്കില്ലും, രണ്ട് ഒരു മെത്തേഡിക്കൽ പ്രോസസ്സും. എന്താണ് തിങ്കിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആലോചനാ ശക്തി അല്ലെ, ആലോചിക്കാനുള്ള കഴിവ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, ചിന്തിക്കാനുള്ള കഴിവെന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ്. നമ്മളിവിടെ ജോർജ് സാറൊക്കെ എപ്പോഴും എടുക്കുന്ന തീമാണ് ഓവർ തിങ്കിങ് അല്ലെ. ഏതൊരു കാര്യത്തെക്കുറിച്ചും അനാവശ്യമായിട്ടുള്ള ചിന്തകളുടെ ഒരു കൂമ്പാരമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഒരു മെത്തേഡിക്കൽ പ്രോസസ്, ഈ ബെറ്റർ ഡിസിഷൻസ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഡിസിഷൻസ് കൂടുതലും അങ്ങേയറ്റം ബെറ്റർ ആയിരിക്കണം, ഉചിതമായിരിക്കണം. അതായത് നമ്മുടെ പ്രശ്നത്തിന് ഏറ്റവും നല്ലൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനൊരു മെത്തേഡിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്, 1 2 3 എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. തിങ്കിങ് സ്കിൽ എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ളത് മാത്രം ആലോചിക്കുക, പ്രശ്നത്തിന് വേണ്ടുന്നത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആലോചനയെ കേന്ദ്രീകരിക്കുന്നതാണ് തിങ്കിങ് സ്കിൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഗ്രേറ്റർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡിസിഷൻ ദ ഹയർ ദ സ്കിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഗ്രേറ്റർ ദ ഇമ്പോർട്ടൻസ്, ഡിസിഷൻ തീരുമാനിക്കേണ്ടത് പ്രാധാന്യമാർന്ന ഒരു സംഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട തിങ്കിങ് സ്കില്ലും വളരെ ഉയർന്നതായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ചിലപ്പോൾ തലേ ദിവസം തന്നെ തീരുമാനിച്ചുറപ്പിച്ച് അതിനുള്ള സംഗതികളെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടാകും. ഇഡലിയാണോ ഉപ്പുമാവാണോ എന്നുള്ളത് വേണം എന്നുള്ളത്. അതൊരു വലിയൊരു കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമല്ല. പെട്ടെന്ന് തന്നെ അതിപ്പോ എന്ത് കഴിച്ചിരുന്നാലും ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതിലെ തിങ്കിങ് സ്കിൽ എന്ന് പറയുന്നത് വളരെ കുറച്ച്. നേരെ മറിച്ച് മകന്റെയോ മകളുടെയോ ആഫ്റ്റർ 12th സ്റ്റാൻഡേർഡ്, +2 കഴിഞ്ഞിട്ട് എന്താണ് അയാൾക്ക് പോകേണ്ടത്, ആർട്സ് ആണോ സയൻസ് ആണോ കോമേഴ്സ് ആണോ എന്നുള്ളത് കുറച്ചും കൂടെ തിങ്കിങ് സ്കില്ല് നമ്മൾ ഉപയോഗിക്കണം. അയാളുടെ പാഷൻ എന്താണ്, അയാളുടെ ഹോബീസ് എന്താണ്, അയാളുടെ ലൈക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് അയാൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ തിങ്കിങ് സ്കിൽ ഷുഡ് ബി മച്ച് മോർ. ഒരു വീക്കെൻഡിൽ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ബൈക്ക് റൈഡിന് പോവാം, ഏതാണ് വേണ്ടത്? അപ്പൊ അതിന് കുറച്ചും കൂടെ വേറൊരു തരത്തിൽ വേറൊരു ആംഗിളിൽ നമ്മൾ ചിന്തിച്ചിട്ട് അതിനായിട്ടുള്ള ആലോചനയ്ക്ക് വേറൊരു ഫോക്കസ് കൊടുത്തിട്ട് വേണം ചിന്തിക്കാൻ.
അപ്പൊ ഇത്തരത്തിൽ അതുപോലെ തന്നെ കരിയർ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു കരിയർ വരുന്ന വേളയിൽ നമുക്ക് ഏത് കരിയറാണ് വേണ്ടത്, ഇല്ലെങ്കിൽ ഡിഗ്രി എടുക്കേണ്ട വേളയിൽ ഏത് ഡിഗ്രിയാണ് എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ കരിയർ വരുമ്പോഴത്തേക്കും ഗവൺമെന്റ് ജോബിൽ പോകണോ, ഇല്ലെങ്കിൽ എബ്രോഡ് പോകണോ, അതോ ഹയർ സ്റ്റഡീസ് തുടരണമോ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും കുറെ കൂടി കൂടുതലായിട്ടുള്ള ആലോചനാ ശക്തി ഇല്ലെങ്കിൽ വിവേചന ബുദ്ധി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫണ്ടമെന്റൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, അതായത് ഡിസിഷൻ മേക്കിംഗിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, വാല്യൂ, എ സ്ട്രോങ് ബിലീഫ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം വാല്യൂവിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതായിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ജനിച്ചത് മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിത കാലയളവിൽ നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള ചില മൂല്യങ്ങൾ, അതായത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും, നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും, നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിച്ചതിൽ നിന്നും, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, കോളേജ് അല്ല ഓഫീസിലെ കൊളീഗ്സിൽ നിന്നും എല്ലാം നമ്മൾ കുറെ വാല്യൂ സിസ്റ്റംസ് അല്ലെങ്കിൽ വാല്യൂസ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഓണസ്റ്റി, സത്യസന്ധത, ഇന്റഗ്രിറ്റി, ആത്മാർത്ഥത, അൺസെൽഫിഷ്നെസ്, സെൽഫിഷ് അല്ലാതെ പ്രവർത്തിക്കുക, കെയറിങ് ആൻഡ് ലവിങ് ആയിട്ട് പെരുമാറുക, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഒരു വാല്യൂ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോ ആ വാല്യൂ, ഇനി അടുത്തത് ഗോളാണ് അല്ലെ. നമുക്ക് ജീവിതത്തിൽ ഓരോരുത്തർക്കും പല ലക്ഷ്യങ്ങളുണ്ടാകും. ചില സ്ഥാനങ്ങളിലെത്തണം, പണം സമ്പാദിക്കണം, ചില സ്ഥലങ്ങൾ സന്ദർശിക്കണം, ചില നല്ല കാര്യങ്ങൾ ചെയ്യണം, സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ജീവിതം നയിക്കണം, ഇതൊക്കെ നമ്മുടെ ഗോൾ ആയിരിക്കും. അപ്പം ഈ വാല്യൂ സിസ്റ്റത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കും നമ്മൾ ഗോൾസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതായത് നമ്മളിൽ ഉറച്ചിരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിന്റെ അകത്ത് നിന്നുള്ള ഒരു ചട്ടക്കൂട്ട് നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ ഗോൾസ്. ഇത് പലരിലും ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും അവരുടെ വാല്യൂസ് ആൻഡ് ഗോൾസ്. അതുപോലെ തന്നെ ഈ വാല്യൂസ് ആൻഡ് ഗോൾസ് വന്നു കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നതാണ് സ്റ്റാൻഡേർഡ്, ഒരു അളവുകോൽ. അതായത് ചില കണ്ടീഷൻസ്, നമ്മുടെ വാല്യൂവും ഗോളും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂസിന്റെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും അതിന്റെ കണ്ടീഷൻസും വരിക. അതായത് ലിമിറ്റ്സ് ഉണ്ട്, ചില ലക്ഷണ രേഖകൾ, ചില നിബന്ധനകൾ. നമ്മൾ മദ്യപിക്കില്ല, ഇല്ലെങ്കിൽ നമ്മൾ മറ്റു തരത്തിലുള്ള തെറ്റായ മാർഗങ്ങളിലൂടെ പോകില്ല. ഒരു കാര്യം ഒരു ഓഫീസിൽ നിന്നും നടത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ കൈക്കൂലി കൊടുക്കില്ല എന്നുള്ളത് എന്റെ ഒരു തീരുമാനമാണെന്ന് വിചാരിക്കുക. അത് എന്റെ ഒരു മൂല്യം, എന്റെ വാല്യൂവിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മറ്റു ചിലർ അങ്ങനെയല്ല, 15 തവണ കയറി ഇറങ്ങുന്നതിന് പകരം അയാൾക്ക് ആവശ്യമുള്ള രൂപ കൊടുത്തു കഴിഞ്ഞാൽ സംഗതി വേഗം നടന്നു കിട്ടുമെന്ന് വിചാരിക്കും. അപ്പൊ മൂല്യം, വാല്യൂവും സ്റ്റാൻഡേർഡ്സും എല്ലാം തന്നെ ഇറ്റ് ഡീവിയേറ്റ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പക്ഷെ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അന്തർധാരയായിട്ട് നമ്മൾ കാണാതെ അടിയിൽ കൂടെ ഒഴുകുന്ന ഒരു ചാല് പോലെയാണ് ഈ 3 സംഗതികൾ, അതായത് വാല്യൂ, ഗോൾ ആൻഡ് സ്റ്റാൻഡേർഡ്. ഇനി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെത്തഡോളജിയിലൂടെ നമുക്ക് പോകാൻ. അപ്പൊ പ്രോസസ് എന്താണെന്നുള്ളത് നോക്കാം. അതിന്റെ ഷോർട്ട് ഫോം ആണ് പ്രോ ആക്ട്. എന്താണ് പ്രോ ആക്ട്? ഒന്ന്, പ്രോബ്ലം. നമുക്കറിയാം ഡിസിഷൻ എന്ന് പറയുമ്പോൾ തീരുമാനമാണ് അല്ലെ. തീരുമാനിക്കേണ്ടത് എന്തിനെ കുറിച്ചാണ് തീരുമാനിക്കേണ്ടത്? ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റുന്നത്, തെറ്റ് പറ്റുന്നത്, ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ വീഴ്ച വരും. ശരിക്കുമുള്ള പ്രോബ്ലം എന്താണ് എന്നുള്ളത് നമ്മൾ അസെപ്റ്റ് ചെയ്യാൻ നോക്കുന്നില്ല. പുറമേ കാണുന്ന അപ്പാരന്റ്ലി വി വ്യൂ സംതിങ് ആസ് എ പ്രോബ്ലം, ബട്ട് ആക്ച്വലി ഇഫ് വി ഡിഗ് ഡീപ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ ആസ്പെക്ട് വി വിൽ റിയലൈസ് ദാറ്റ് എന്തോ ഒരു കുറെ കൂടെ സംഗതി ഇത്രയും നിസ്സാരമല്ല, നമ്മൾ കണ്ടതുപോലെ അല്ല. പല ആംഗിളിലൂടെ അതിനെ കണ്ടിട്ട് ആ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുക. അതായത് ഉദാഹരണത്തിന് എന്താണ്, നമ്മുടെ പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ക്ലബിൽ ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ട ഏത് ഹെൽത്ത് ക്ലബ്ബാണ്, അടുത്തുള്ളതാണോ ദൂരെയുള്ളതാണോ. അടുത്താണെങ്കിൽ അത്രയും പ്രശസ്തമായിട്ടുള്ളതല്ല, നല്ല ട്രെയിനേഴ്സ് ഇല്ല. അതുപോലെ ഇനി ഹെൽത്ത് ക്ലബ്ബിൽ തന്നെ ജോയിൻ ചെയ്യണമോ, അതോ വീട്ടിൽ ഒരു ജിമ്മിന്റെ കുറച്ച് എക്യുപ്മെന്റ്സ് വാങ്ങിച്ചിട്ട് തുടങ്ങിയാൽ പോരെ. ഇനി ഈ ഹെൽത്ത് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന എന്റെ എയിൽമെന്റ്സ് മാറ്റാനാണോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ വെയിറ്റ് കുറയ്ക്കാനാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു അല്ലെ. ഇതിനകത്ത് യഥാർത്ഥ പ്രോബ്ലം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, അതല്ല ഇതിലൊന്നും പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ഉള്ള വ്യായാമ മുറകളിൽ കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ട് സ്വിമ്മിങ്, സൈക്ലിംഗ്, ജോഗിങ്, ഇമാതിരി കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണോ വേണ്ടത്. ഇതെല്ലാം ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് പ്രോബ്ലം എന്താണെന്നുള്ളത് ശരിക്കും ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ദ പ്രോബ്ലം ആക്യുറേറ്റ്ലി. ദ മോർ ആക്യുറേറ്റ് യു ഐഡന്റിഫൈ ദ പ്രോബ്ലം, എത്രയും കൂടുതൽ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ആക്യുറസിയോട് കൂടി നമ്മൾ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, അത്രയും ഭംഗിയായിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താനും പറ്റും. രണ്ടാമത്തത് ഒ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ലക്ഷ്യങ്ങൾ. അതായത് ഈ പ്രശ്നം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പ്രശ്നം എന്തുകൊണ്ടാണ് എന്റെ പരിഗണനയ്ക്ക് വന്നത്, ഇതൊരു പ്രശ്നമായിട്ട് എന്റെ പരിഗണനയ്ക്ക് വന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്, എന്ത് ലക്ഷ്യമാണ് എനിക്ക് നേടേണ്ടത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഓൾട്ടർനേറ്റീവ്സ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പല പരിഹാര മാർഗങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എപ്പോഴും പറ്റുന്ന മറ്റൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന 1, 2 അല്ലെങ്കിൽ 3 പരിഹാര മാർഗങ്ങൾ കാണും. അതിൽ നമ്മൾ കൺഫൈൻഡ് ആയി പോകും. അതിനകത്ത് നമ്മൾ ബന്ധിതനായിക്കൊണ്ടാണ് നമ്മൾ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ. അങ്ങനെയല്ല. ഓൾട്ടർനേറ്റീവ്സിനെ വിവിധ തരത്തിൽ കൂടുതൽ വ്യാപ്തിയോടുകൂടി കാണാനായിട്ടും
എന്താണ് ബ്രിങ് അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഓൾട്ടർനേറ്റീവ്സ് എത്രയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരിക. ഓൾട്ടർനേറ്റീവ്സിന്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ എന്താണ് ഡോക്ടർ സണ്ണി മണിച്ചിത്രത്താഴിൽ പറഞ്ഞത് ഓർത്തിരുന്നാൽ മതി. എന്റെ നകുലന് വേണ്ടി ഞാൻ വിവിധ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലെ? അപ്പൊ അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇവിടെ എന്റെ നകുലൻ എന്ന് പറയുന്നത് എന്റെ ഡിസിഷനാണ്, എന്റെ തീരുമാനമാണ്. അപ്പൊ അതിന് ഞാൻ ഇന്നുവരെ ചിന്തിക്കാത്ത രീതിയിൽ വിയേർഡായിട്ട് വളരെ വൈൽഡായിട്ട് ഞാൻ ചിന്തിക്കുക. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഔട്ട് ഓഫ് ദ ബോക്സ് അല്ല, ഡിസോൾവ് ദ ബോക്സ്. ഈവൻ യു ഗോ ടു ദാറ്റ് എക്സ്റ്റെന്റ്. അതായത് ബോക്സ് തന്നെ അലിയിച്ച് കളഞ്ഞുകൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ്, പല തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ, വിവിധ മാർഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും. ദ മോർ ഓൾട്ടർനേറ്റീവ്സ് ദ ബെറ്റർ ഡിസിഷൻ അഗെയിൻ. നാലാമത്തത് കോൺസിക്വൻസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഓൾട്ടർനേറ്റീവ്സിനും പല കോൺസിക്വൻസസ് ഉണ്ടാവും. എന്താണ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ? പരിണത ഫലം, പ്രത്യാഘാതങ്ങൾ. പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഒരു പോസിബിലിറ്റീസ് നമ്മൾ ആദ്യമേ കണ്ടെത്തണം, ആദ്യമേ മനസ്സിലാക്കണം. ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ ഇന്ന പോസിബിലിറ്റീസ് ഉണ്ടാകാം. അതിങ്ങനെ ശരിയാകാം, ശരിയാകാതിരിക്കാം. എന്തുകൊണ്ട് ശരിയാകാതിരിക്കാം എന്നുള്ളതിന്റെ കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അങ്ങനെ ഓപ്ഷൻ എ, ബി, സി, ഡി ഇങ്ങനെ 4 5 കിട്ടിക്കഴിഞ്ഞാൽ അതിനെല്ലാം നമ്മൾ എടുത്തിട്ട് തുലനം ചെയ്യണം. നമ്മൾ അതായത് എന്തൊക്കെയാണ് കോൺസിക്വൻസസ്, ഏതിലാണ് കൂടുതൽ എന്താണ് അപകട സാധ്യത ഉള്ളത്, ഇല്ലെങ്കിൽ ഏതിലാണ് പരിണത ഫലം എന്ന് പറയുന്നത് ദോഷകരമായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക, അനലൈസ് ചെയ്യുക. അവസാനമായിട്ട് ട്രേഡ് ഓഫ്. ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ വേഴ്സസ് സാക്രിഫൈസ്. അതായത് നമ്മൾക്കറിയാം, ഇപ്പൊ ഇത്രയും, അതായത് ഈ ഇത്രയും സ്റ്റേജ് ആയപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു? നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. വി ഹാവ് അനലൈസ് വി ഹാവ് ഫിക്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓൾസോ, ആൻഡ് വി ഹാവ് എൻലിസ്റ്റഡ് ഓൾട്ടർനേറ്റീവ്സ്. ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞു. ആൻഡ് ഓരോ ഓൾട്ടർനേറ്റീവ്സിന്റെ കോൺസിക്വൻസസ്, പരിണത ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്, വി ഹാവ് കം ഡൗൺ, വി ഹാവ് നാരോ ഡൗൺ ടു, സേ ഫോർ എക്സാമ്പിൾ ഒരു 7 ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടെത്തി എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മൾ 4 എണ്ണത്തിലേക്ക് ചുരുങ്ങി കഴിഞ്ഞു. ഈ 4ാമത്തെ സ്റ്റേജിലെത്തി. 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി ഡിഫിക്കൽട്ട് ടു, ഒരു തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗെയിൻ വേഴ്സസ് സാക്രിഫൈസസ്. ഗെയിൻ വേഴ്സസ് സാക്രിഫൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ, ഇത് ഈ 4 ചുരുങ്ങിയിരിക്കുന്ന 4 ഓൾട്ടർനേറ്റീവ്സ് ഏതാണ്ട് എല്ലാം ഒരേപോലെ തന്നെ. അതിലെ ഗുണദോഷങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏതെടുത്താലും ചെറിയ ഗുണങ്ങളും ചെറിയ ദോഷങ്ങളും ഉണ്ടാകാം. അപ്പൊ പിന്നെ അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ നോക്കേണ്ടത്, ട്രേഡ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, പിക്കപ്പ് ചെയ്യുന്നത് ഡോമിനന്റ് ആയിട്ടുള്ള എന്താണ് ഓൾട്ടർനേറ്റീവിനെ ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഇവിടെ ബാംഗ്ലൂർ ടു ന്യൂയോർക്ക് എനിക്ക് ഫ്ലൈ ചെയ്യും. അപ്പൊ എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺസ് എന്ന് പറയുന്നത്, പ്രൈമറി കൺസേൺസ് എന്ന് പറയുന്നത്, ഒന്ന് ചീപ്പസ്റ്റ് ഫെയർ ആയിരിക്കണം, സേഫ് ആൻഡ് സെക്യൂർ, മോസ്റ്റ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള എയർലൈൻ ആയിരിക്കണം, 3 എന്റെ കൺവീനിയന്റ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈമിലുള്ളതായിരിക്കണം, 4 ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കണം. അപ്പൊ ഈ 4 എണ്ണത്തില് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതില് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഡിപ്പാർച്ചർ ടൈമിൽ കൺവീനിയന്റ് ആയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ നോക്കേണ്ടത് എന്താണ്? അറൈവൽ ടൈമിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ ന്യൂയോർക്കിൽ വരുന്ന ആളിന് ഏറ്റവും സൗകര്യകരമായിട്ടുള്ള ടൈമിലായിരിക്കണം ഞാൻ ചെന്നിറങ്ങേണ്ടത്. അയാൾക്ക് മിനിമം ബുദ്ധിമുട്ട് മാത്രം കൊടുക്കുക എന്നുള്ളൊരു ചിന്ത വരിക. അപ്പോൾ ആദ്യത്തതിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യും. അതായത് ഡിപ്പാർച്ചർ ടൈം എത്ര ആയിക്കോട്ടെ, ദാറ്റ് ഈസ് മൈ ഇൻകൺവീനിയൻസ് ഉണ്ട്, അല്ലേ? അപ്പൊ അത് അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ അതെടുക്കുന്നു. അപ്പൊ അതാണ് ഡോമിനന്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിനെ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈവൻ സ്വാപ്പ് മെത്തേഡ് എന്ന് പറയും. എന്താണ് ഈ ഈവൻ സ്വാപ്പ് മെത്തേഡ്? എഗെയിൻ നമ്മൾ ഈ എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രൈമറി കൺസേൺസിലെ നമ്പർ 1 എന്ന് പറയുന്നത് ഫെയർ ആണ്. ബാംഗ്ലൂർ ടു ന്യൂയോർക്കിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഫെയർ. ഞാൻ 5 എയർലൈൻസ് ഐഡന്റിഫൈ ചെയ്തു എന്ന് വെക്കുക. ഈ 5 എയർലൈൻസിന്റെയും ഫെയർ ഏകദേശം ഒരുമാതിരിയാണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഫെയർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് അവിടെ നമ്മുടെ ഈവൻ സ്വാപ്പ് എന്ന് പറയുന്നത്, ഇതിലിപ്പോ ഏത് എയർലൈൻ പിക്കപ്പ് ചെയ്തിരുന്നാലും എനിക്ക് ഫെയറിനെ സംബന്ധിച്ചിടത്തോളം ഐ എം നോട്ട് ബോതേർഡ്, ബിക്കോസ് മോർ ഓർ ലെസ് ഓൺ ആൻഡ് ദ സെയിം ഫെയർ. അപ്പൊ പിന്നെ വരുന്ന അടുത്ത കൺസേൺസ് എന്തൊക്കെയാണ്, എന്റെ പ്രധാനപ്പെട്ട കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ബോതേർഡ് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്നൊന്ന് പിക്കപ്പ് ചെയ്യാം. ഈ ഉപായങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് 5 പ്രധാനമായിട്ടുള്ള പ്രോആക്ടിന്റെ 5 പ്രധാനമായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ 3 ഉപഘടകങ്ങളും കൂടെയുണ്ട്. എന്തൊക്കെയാണ് സെക്കൻഡറി ആസ്പെക്ട്സ് എന്ന് നോക്കാം. ഒന്നാമത്തേത് അൺസർട്ടനിറ്റി. എന്താണ് ഈ അൺസർട്ടനിറ്റി? നമുക്കറിയാം, അൺസർട്ടനിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അനിശ്ചിതത്വം, അല്ലെ? അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. നമ്മളൊരു ചോറുരുള കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് വായിലേക്ക് പോകുമോ എന്ന് പോലും നമുക്ക് അറിയാത്തൊരു ജീവിതമാണ്, ഒരു കോള പോലത്തെ ജീവിതമാണ് നമ്മുടെ, അല്ലെ? അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും there is a possibility of going wrong. അപ്പോ നമ്മൾ വളരെ ഇന്നത്തെ റിസോഴ്സസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ കോൺഷ്യസ് ആകേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ വി ടേക്ക് സച്ച് എ ഡിസിഷൻ, നമ്മൾ ആ ഡിസിഷൻ പാളിപ്പോകുമ്പോൾ, നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലം നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മെ തന്നെ പഴിക്കാൻ തുടങ്ങും.
അയ്യോ ഇത്രയും ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഡിസിഷൻ ഞാൻ എടുത്തല്ലോ, വാട്ട് ഹാപ്പൻ ടു മീ, ഐ വാസ് സച്ച് എൻ ഇഡിയറ്റ് എന്നുള്ളത് സ്വയം നമ്മൾ സംസാരിക്കും. നമ്മൾ സെൽഫ് ടോക്കിനെ കുറിച്ച് ഇവിടെ പറയാറുണ്ട്, പോസിറ്റീവ് സെൽഫ് ടോക്കിനെ കുറിച്ച് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അത് വളരെയധികം നമുക്ക് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ഒരിക്കലും അത് പാടില്ല. ഡിസിഷൻ വാസ് നോട്ട് സ്റ്റുപ്പിഡ്. ആ ടൈമിൽ അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണ് എടുത്തത്. പക്ഷെ എങ്ങനെ നമുക്ക് അതിനെ സ്മാർട്ട് ഡിസിഷൻ ആക്കാം? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ട്രെക്കിങ്ങിന് പോകാനായിട്ട് തീരുമാനിച്ചു വീക്കെൻഡിൽ. വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും വെതർ ഈസ് ക്ലീൻ ആൻഡ് ക്ലിയർ, മഴയൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് പകുതി ദൂരം എത്തിക്കഴിഞ്ഞ് ട്രെക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞ് പകുതി ദൂരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്കും മഴ പെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ എങ്ങനെ ബെറ്റർ ഡിസിഷൻ എടുക്കാം? നമ്മൾ ഇത് മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ, പണ്ടത്തെ കാലാവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയും, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ടെന്ന് പറയുമായിരുന്നു പണ്ട് കാലത്ത് അല്ലേ. അപ്പൊ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റെയിൻ കോട്ട് എടുക്കാം, നമുക്ക് എന്താണ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്നീക്കേഴ്സ് എടുക്കാം, ആ, ഒരു അംബ്രല എടുക്കാം, പ്ലാസ്റ്റിക് ഷീറ്റ്സ് എടുക്കാം. ഇതെല്ലാം തന്നെ നമ്മുടെ ബാഗിലേക്ക് കുത്തി വെക്കുമ്പോൾ അവിടെ നമ്മൾ ഗെയിം സാക്രിഫൈസ് നേരത്തെ പറഞ്ഞതായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. പക്ഷെ നമുക്ക് കൂടുതൽ ഭാരം ചുമക്കേണ്ടതായിട്ട് വരും. മഴ പെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ഭാരം നമ്മുടെ തോളിൽ തന്നെ ഇരിക്കും, അത് ചുമന്നേ മതിയാകും. അപ്പൊ അതാണ് അൺസർട്ടാനിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് അല്ലെങ്കിൽ ഏഴാമത്തത് എന്ന് പറയുന്നത് റിസ്ക് ടോളറൻസ് ആണ്. നമ്മുടെ ഓരോ വ്യക്തിയുടെയും റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആണ്. ചിലരാണെങ്കിൽ റിസ്ക് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ചെയ്യും, അവർ റിസ്കിന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. മാനം ഒന്ന് കറുത്തു കഴിഞ്ഞാൽ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങില്ല, അങ്ങനത്തെ ആൾക്കാരെ നമുക്കറിയാം. ഇനി മറ്റു ചിലരാണെങ്കിലോ ഡെയർ ഡെവിളിസമാണ്, അവർക്ക് കണ്ണും മൂക്കുമില്ലാതെ കണ്ണടച്ചുകൊണ്ട് എടുത്തു ചാടുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ്. അപ്പൊ ഇത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് എൻ ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ റിസ്ക് ടോളറൻസ് സാധാരണ, പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ രണ്ട് എക്സ്ട്രീമിന്റെയും നടുക്ക് നിൽക്കുന്നവരാണ്. അതായത് നമ്മളൊരു ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയും, കണക്ക് കൂട്ടിയിട്ടുള്ള റിസ്ക് എന്താണെന്നുള്ളത് നോക്കിയിട്ട് മുന്നോട്ട് ഇറങ്ങുക. അതായത് റിവാർഡ്സ് ഇത്രയും ആണെങ്കിൽ അതിന് അനുയോജ്യമായിട്ട് അതിന് ഇത്രമാത്രം റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ ഉണ്ട്. കിട്ടിയ പണം മുഴുവൻ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം നേരത്തെ നമ്മൾ അജിത് സാർ ഇവിടെ എടുത്തതുപോലെ ഹിപ്പ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞതുപോലെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റുമായിട്ടോ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത് എന്നാൽ ഡൈവേഴ്സിഫൈ ചെയ്ത് അത് കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം. ഓരോ ഓൾട്ടർനേറ്റീവ്സിലും അടങ്ങിയിരിക്കുന്ന റിസ്ക് ടോളറൻസ് എത്രയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു. അവസാനമായിട്ടുള്ളത് ലിങ്ക്ഡ് ഡിസിഷൻസ്. എന്താണ് ലിങ്ക്ഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്? ലിങ്ക്ഡ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് നമ്മുടെ മക്കളുടെ പഠനമായിട്ട് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അയാൾ കോമേഴ്സ് ആണോ എന്താണ് സയൻസ് ആണോ എടുക്കേണ്ടത് എന്നുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അയാളുടെ പ്ലസ് ആൻഡ് മൈനസ് പോയിന്റ്സ് ആസ് ഫാർ ആസ് കോമേഴ്സ് ഇസ് കൺസേൺ ആൻഡ് മറ്റേ സയൻസുമായിട്ട് സബ്ജക്റ്റുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ വെയ് ചെയ്ത് നോക്കും. വെയ് ചെയ്ത് നോക്കിയതിനു ശേഷം ഡിസിഷൻ, ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ഈ സമയത്താണ്. അപ്പൊ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വളരെ കുറച്ച് മാത്രമാണ്. പക്ഷേ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. എന്റെ ജീവിതം ഫ്യൂച്ചറിലേക്ക് വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ അൺസർട്ടൺ എലിമെന്റ് അവിടെ വളരെയധികം ഉണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ല, ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വളരെ ആക്യുറേറ്റ് ആയിരിക്കും, വളരെ കറക്റ്റ് ആയിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പോകും. ചില വേളകളിൽ പാളിപ്പോകും. പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്താണ് ലിങ്ക്ഡ് ഡിസിഷൻസിനെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാക്സിമം റിസോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം റിസോഴ്സ്ഫുൾ ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ചിന്തിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചിന്തയോട് കൂടി നല്ല ഒരു ഡിസിഷനിലേക്ക് എത്തുകയും ആ ഡിസിഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങേയറ്റം ഭംഗിയായിട്ട് അതിലേക്ക് കൈയും മെയ്യും മറന്ന് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് പാളിപ്പോകാവുന്ന ഡിസിഷൻസിനെ പോലും വളരെ മനോഹരമായിട്ട് എത്തിക്കാൻ പറ്റും. അപ്പൊ ഈ 8 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് റീക്യാപ്പ്. അതായത് ഫ്രെയിം യുവർ ഡിസിഷൻ പ്രോബ്ലം കെയർഫുള്ളി. ഒന്നാമത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അവിടെ തെറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പരിഹാരം എന്ന് പറയുന്നത് നല്ലൊരു ബെറ്റർ ചോയ്സ് ആയിരിക്കില്ല, ബെറ്റർ ഡിസിഷൻ ആയിരിക്കില്ല. അപ്പൊ ഫ്രെയിം യുവർ ഡിസിഷൻ പ്രോബ്ലം കെയർഫുള്ളി. ഏറ്റവും പ്രോബ്ലം ഭംഗിയായ രീതിയിൽ പല വശങ്ങളിൽ കൂടെ നോക്കിക്കണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. രണ്ടാമത്തത് സ്പെസിഫൈ യുവർ ഒബ്ജക്റ്റീവ്സ് ക്ലിയർലി. ലക്ഷ്യം എന്തൊക്കെയാണ്? ഈ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം. അങ്ങനെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഓൾട്ടർനേറ്റീവ്സിലേക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ. ധാരണ അല്ല, വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എങ്കിൽ എന്താണ് പ്രശ്നം, എന്താണ് എന്റെ ലക്ഷ്യം, പരിഹരിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണെന്നുള്ള രണ്ട് കാര്യത്തെക്കുറിച്ചും എനിക്ക് നല്ലൊരു എന്താണ് അറിവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ഡിസിഷനിലേക്ക് എത്താൻ പറ്റില്ല. അതുപോലെ ഫൈൻഡ് ആസ് മെനി ഓൾട്ടർനേറ്റീവ്സ് ആസ് പോസിബിൾ അല്ലെ. നേരത്തെ പറഞ്ഞു, ആദ്യം കാണുന്ന 2-3 ഓൾട്ടർനേറ്റീവ്സ് വളരെ വ്യക്തമായിട്ട് വളരെ വേഗം നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന ഓൾട്ടർനേറ്റീവ്സ് അല്ലാതെ
കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്താനുള്ള ശ്രമം, നമ്മുടെ ക്രിയേറ്റീവ് ജ്യൂസിനെ പിഴിയാനായിട്ട് ശ്രമിക്കുക. ഓരോ ഘട്ടത്തിലും, ഓരോ ചെറിയ തീരുമാനങ്ങളിലും ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ, അതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ്, ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊരു കഴിവാണ്, അതേസമയം ഒരു ആർട്ടാണ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആദ്യം വളരെ ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാൻ, അല്ലേ? പക്ഷേ ഡ്രൈവിംഗ് പഠിച്ച് ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കണ്ണുമടച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ആർട്ടായി മാറിക്കഴിഞ്ഞു, ഈവൻ ദോ ഇറ്റ് ഇസ് എ സ്കിൽ, അല്ലേ? അതുമാതിരി തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഫ്രാങ്ക്ലി അസസ് ദ കോൺസിക്വൻസസ് ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ്സ്. നേരത്തെ പറഞ്ഞു, ഓരോ ഓൾട്ടർനേറ്റീവ്സിനും എന്തൊക്കെയാണ് കോൺസിക്വൻസസ് ഉണ്ടാകുക, പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുക, പരിണത ഫലം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക. വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിനെ എന്താണ് നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരിക. ഈ സ്ട്രൈക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ പ്രയോറിറ്റീസ് ആൻഡ് ട്രേഡ് ഓഫ്. ട്രേഡ് ഓഫ്സും പ്രയോറിറ്റീസും തമ്മിലുള്ള ഒരു ബാലൻസ്, എന്തൊക്കെയാണ് ഗെയിൻസ്, എന്തൊക്കെയാണ് സാക്രിഫൈസ്. ഓപ്ഷൻ എയിൽ ഇന്നതൊക്കെയാണ് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക, ഓപ്ഷൻ ഡിയിൽ ഇന്നതൊക്കെയാണ് ഗെയിൻ വരിക. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി ഇസ് ബെറ്റർ. അങ്ങനെയുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഈ ട്രേഡ് ഓഫ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ നമുക്ക് എത്താൻ. അത് 3 എലിമെന്റ്സ് ആണ്. 3 എലിമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് അൺസർട്ടാനിറ്റീസ്, റിസ്ക് ടോളറൻസ് ആൻഡ് ലിങ്ക് ഡിസിഷൻസ്. എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് മൂന്നും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ഏതൊരു ഡിസിഷനിലും. ഡിസിഷൻ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഇത് ഒരു ഹാബിറ്റ് ആയിട്ട് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൾ ഓഫ് us, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു നല്ല ഒരു ഡിസിഷൻ മേക്കർ ആയിട്ട് മാറാൻ കഴിയും. തെറ്റ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകും. തീർച്ചയായിട്ടും അതിനെല്ലാവരെയും അങ്ങനെ ഒരു സാധ്യതയിലേക്ക് വരട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമുക്ക് മെഡിറ്റേഷനിലേക്ക് നീങ്ങാം. അപ്പൊ അതിനു മുമ്പ് ഒന്ന് പറയേണ്ടത്, നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ നമ്മുടെ തലയിൽ ബൾബ് കത്തി കഴിഞ്ഞു. അതായത് നല്ലൊരു തീരുമാനം എത്താനായിട്ട്, തീരുമാനത്തിലേക്ക് എത്താനുള്ള എല്ലാ പ്രോസസ് സ്റ്റെപ്സിലൂടെയും നമ്മൾ കടന്നുപോയി. നമ്മളൊരു നല്ല തീരുമാനത്തിലെത്തി. ഇനി എന്താ വേണ്ടത്? ഇനി ടേക്കിംഗ് ആക്ഷൻ. ആരാണ് ആക്ഷൻ എടുക്കേണ്ടത്? യു ആർ ദ ഡയറക്ടർ ഓഫ് യുവേഴ്സ്, അല്ലെ? ഞാൻ തന്നെയാണ് എന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഞാൻ തന്നെയാണ്. മറ്റാരെങ്കിലും നടപ്പിലാക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ അത് നമ്മുടെ റോൾ എന്താണ്? സക്സസ്. വിജയിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി, ആത്മവിശ്വാസത്തോടെ. ഇവിടെ സെൽഫ് കോൺഫിഡൻസിന്റെ പല ടോക്കുകളും പല ടീംസും നമ്മൾ പല അവസരങ്ങളിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ സക്സസ് എന്ന് പറയുന്ന ആ ആത്മവിശ്വാസത്തോടു കൂടി ടേക്ക് ആക്ഷൻ. എപ്പോഴാണ് ആക്ഷൻ എടുക്കേണ്ടത്? നൗ ഇറ്റ്സെൽഫ്. നൗ വി ആർ സ്റ്റാർട്ടിംഗ് ടു ടേക്ക് ആക്ഷൻ, ദാറ്റ് ഐ ആം ഗോയിങ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ് ഇൻ മൈ ലൈഫ് ടുഡേ ഓൺവേർഡ്സ്, അറ്റ് ദിസ് പോയിന്റ് ഓൺവേർഡ്സ് എന്നുള്ള രീതിയിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലെറ്റ് us മൂവ് ടു ദ മെഡിറ്റേഷൻ.